കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീജ രവിയുടെ മകളും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമൊക്കെയായ താരം വിവാഹിതയായത്. തൻ്റെ മകളുടെ വിവാഹം ആർഭാടപൂർവ്വം ഒന്നും നടത്താതെ തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി നടത്തി മാതൃകയായിരിക്കുകയാണ് അമ്മ ശ്രീജ രവി. വളരെയേറെ നാളുകൾക്ക് മുൻപാണ് ഭർത്താവ് മരിച്ചുപോയത്. അതിനുശേഷം മകളെ ഒറ്റയ്ക്ക് വളർത്തുകയായിരുന്നു ശ്രീജ. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിന് മറ്റാരും തന്നെ മുൻകൈ എടുക്കാനുമില്ല. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് വളരെ ലളിതമായൊരു ചടങ്ങിൽ തന്നെയായിരുന്നു വിവാഹം നടത്തിയത്. അധികം ആരെയും ക്ഷണിക്കാത്ത ഒരു ചടങ്ങ് തന്നെയായിരുന്നു. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നതും. പ്രിയപ്പെട്ടവർക്കും ഉറ്റവർക്കും എല്ലാ വിനയത്തോടെയും സ്നേഹത്തോടെയും നന്ദിയോടെയും ദേവനോടൊപ്പം തന്നെ ജീവിതത്തിലെ മനോഹരമായ ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ മകൾ രവീണയ്ക്ക് വേണ്ടിയും ഹൃദയംഗമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേടുന്നു. വിവാഹം വളരെ അടുപ്പമുള്ള രീതിയിലായിരുന്നു. ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളെ കുറച്ച് അടുത്ത സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്തു. ഈ 50 വർഷത്തെ സിനിമാ യാത്രയിൽ ഞങ്ങൾ ജീവിതത്തിൻ്റെയും യാത്രയുടെയും ഭാഗമായ നിരവധി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സെലിബ്രിറ്റി ടെക്നീഷ്യന്മാർ വിപുലമായ കുടുംബം എന്നിങ്ങനെ ഞങ്ങളുടെ എല്ലാ അടുത്ത ആളുകളുമായി ഈ അവസരം ആഘോഷിക്കുക എന്നത് എപ്പോഴും ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. എന്നാൽ വൈകാരികമായി ഇതെനിക്ക് എളുപ്പമാവുന്ന നിമിഷമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് രവിയേട്ടനില്ലാതെ ഇത്രയും പ്രത്യേകമായൊരു അവസരം ആഘോഷിക്കുന്നത് തന്നെ വല്ലാതെ തളർത്തി. എല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിച്ചു. വിപുലമായ ഒന്നും സംഘടിപ്പിക്കാൻ എനിക്ക് വൈകാരികമായോ ശാരീരികമായോ ശക്തിയില്ലായിരുന്നു. എൻ്റെ ശക്തിയുടെ നെടുന്തൂണുകളായി എപ്പോഴും നിലകൊണ്ട എൻ്റെ ഇളയ സഹോദരൻ ജോയും രാഖി ജോയിക്കും പ്രത്യേകം നന്ദി. കവിത അറുമുഖം, വിജയ്, കൃഷ്, അഷ്കൈ, ബ്യൂല, ജയന്തി എന്നിവർക്കും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവകൃപയാലും എൻ്റെ ഗുരുക്കന്മാരുടെ അഭ്യുദയാംശകളുടെയും അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി നടന്നു. എല്ലാത്തിനുമുപരി ദേവനിലൂടെ സ്നേഹനിധിയായ ഒരു മകനെയും ഊഷ്മളമായ ഒരു കുടുംബത്തെയും എനിക്ക് ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദേവൻ്റെ അച്ഛൻ ശ്രീ ജയൻ മുളങ്ങാട് നിർമ്മാതാവും സംവിധായകനുമായ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അമ്മ ശ്രീമതി കലാജയൻ ആലപ്പുഴയിൽ SD കോളേജിൽ ഒരു വിരമിച്ച പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഡോക്ടർ ദേവി ജയൻ ചിക്കാഗോ സർവകലാശാലയിലെ ഒരു സൈക്കോളജിസ്റ്റാണ്. അവരുടെ കുടുംബം ഇപ്പോൾ US-ലാണ്. ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ രവീണ തൻ്റെ പുതിയ കുടുംബത്തിൻ്റെ സ്നേഹത്തോടെയും പ്രോത്സാഹനത്തോടെയും കൂടി ഡബ്ബിങ്ങിനോടും അഭിനയത്തോടുമുള്ള തൻ്റെ അഭിനിവേശം തുടരുമെന്ന് അറിയുന്നതിലൂടെയാണ്. എനിക്ക് നേരിട്ട് ക്ഷണിക്കാനോ അറിയിക്കാനോ കഴിയാത്ത എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കൂ. എന്നോട് വിരോധം തോന്നരുത്. നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലോകം മുഴുവൻ അർത്ഥമാകുന്നു. രവീണയും ദേവനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ശ്രീജ പങ്കുവയ്ക്കുന്നത്. ഇത്രയും വർഷം പതിറ്റാണ്ടുകളായി തന്നെ ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്തിട്ടും ഒരുപാട് സെലിബ്രിറ്റികളുമായി അടുപ്പമുണ്ടായിട്ടും എന്തിനാ നയൻതാരയുടെ പോലും പേഴ്സണൽ ഡബ്ബിസ്റ്റായിട്ടും ആരെയും രവീണയും ശ്രീജയും അധികം ക്ഷണിച്ചില്ല. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം വെച്ച് ഒരു ചെറിയ ചടങ്ങായിരുന്നു നടത്തിയത്. അതെല്ലാം തന്നെ ഇവരുടെ ആർഭാടമില്ലായ്മയും ലളിതമായിട്ടുള്ള ജീവിതവുമാണ് കാണിച്ചു തരുന്നത്. അതിൽ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ എല്ലാവരും എന്നാണ് അഭിപ്രായപ്പെടുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.